നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ അംഗീകരിക്കാത്ത കല്യാണത്തിന്റെ വിരുന്നിൽ പങ്കെടുക്കുന്നതേ ഞാൻ കാരണം ഈ വീട്ടിൽ ആരുടെയും സന്തോഷം നശിക്കാൻ പാടില്ല എന്ന് കരുതിയ. അതിനർത്ഥം ഞാൻ നിന്നെ അംഗീകരിച്ചു എന്നല്ല. എന്റെ കഴുത്തിൽ നീ കെട്ടിയ താലി ഇന്നും എന്നെ ശ്വാസം മുട്ടിക്കുന്നുണ്ട്. ഹലോ അച്ഛാ. സുഖമാണോ മോക്ക്? സുഖാണച്ചാ. ആ, അച്ഛനൊരു കാര്യം പറയാൻ വിളിച്ചതാ. പറയച്ചാ. കാര്യങ്ങളെല്ലാം ഇന്നലെ ചന്ദ്രിക വിളിച്ച് പറഞ്ഞല്ലോ. മോള് വിക്രമിനെയും കൂട്ടി നേരത്തെ ഇങ്ങെത്തണം. വിരുന്നൊക്കെ അല്ലേ. വന്ദനയുടെയും ജഗന്റെയും വിവാഹശേഷമുള്ള ആദ്യത്തെ വിരുന്നല്ലേ. 4 അറിയ വിവാഹം നടന്നില്ലെങ്കിലും ആചാരപ്രകാരമുള്ള ചടങ്ങുകളൊന്നും മാറ്റിവെക്കാനാവില്ലല്ലോ. നാളെ വന്ദന മോൾക്ക് തോന്നരുത് ഞങ്ങൾ ഒന്നിനും കുറവ് വരുത്തിയെന്ന്. വിരുന്നു കൊടുപ്പ് കഴിഞ്ഞ ശേഷം എത്രയും വേഗം അവൾക്ക് കുറച്ച് ക്യാഷും ഗോൾഡും കൊടുക്കണം. സ്ത്രീധനമായിട്ട് ജഗനൊന്നും വേണ്ടായിരിക്കും. വിക്രമിനെ പോലെ വലിയ ഫാമിലിയാ ജഗന്റേതും. കുറുപ്പ് സാറിന്റെ സ്വഭാവം മോൾക്കറിയാലോ. ആ കുടുംബത്തില് വന്ദനയ്ക്കൊരു സ്ഥാനം ലഭിക്കണമെങ്കിൽ നിറയെ പൊന്നും പണവുമായിട്ട് വേണം എന്റെ മോള് കയറി ചെല്ലാൻ. എന്നാലാവും വിധം ഞാൻ ചെയ്യും മോളെ. ആ, മോള് നേരത്തെ വരണം. നേരത്തെ വന്നാ അത് സുചിത്രയ്ക്കും ചന്ദ്രയ്ക്കും ഒക്കെ ഒരു സഹായം ആവുകയും ചെയ്യും. ആ മോളെ, വിക്രമില്ലേ അവിടെ? നീ സംസാരിച്ചാ മതി. ഏട്ടൻ വർക്കില്ല. കൊടുക്കണോ? വേണ്ട മോളെ, ജോലിക്കിടയിൽ ബുദ്ധിമുട്ടിക്കണ്ട. മോള് കാര്യം പറഞ്ഞാ മതി. എന്നാ അച്ഛൻ വെക്കട്ടെ. ശരി അച്ഛാ. അച്ഛാ, അമ്മയും അച്ഛമ്മയും തിരക്കിന്ന് പറഞ്ഞേക്കണേ. ഓ, പറയാം പറയാം മോളെ. ശരി. അച്ഛൻ വന്ദനീച്ചയുടെ വിരുന്ന് സദ്യ ഓർമ്മപ്പെടുത്താൻ വേണ്ടി വിളിച്ചതാ. നാളെ നമുക്ക് കുറച്ച് നേരത്തെ പോണേട്ടാ. അത് അമ്മയ്ക്കും സുചിത്രേട്ടത്തേക്കും ഒരു സഹായമായിരിക്കും. നാളെ ഓഫീസിൽ 2 മീറ്റിംഗാ. 2 എനിക്ക് ഒഴിവാൻ പറ്റുന്നല്ല. എന്നുവച്ചാ? മനസ്സിലായില്ലേ? നിനക്ക് നാളെ പോവാൻ പറ്റില്ലെന്ന്. ഏട്ടന് തിരക്കാണെങ്കിൽ ഞാൻ അച്ഛനോട് പറയാം. ഞാൻ കുറച്ച് നേരത്തെ അങ്ങ് പൊക്കോളാം. ഞാനില്ലാതെ തൽക്കാലം നീ ഒരിടത്തും പോകുന്നില്ല. ഏട്ടാ, വന്ദനേച്ചി ആദ്യമായിട്ട്. നാളെ തിരക്കാണ്, നമ്മൾ പോകുന്നില്ല. ഏട്ടാ, നിനക്കൊരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ചെല്, പോയൊരു കോഫി ഉണ്ടോ? വർഷേ, നിന്നോടല്ലേ പറഞ്ഞ എനിക്കൊരു കോഫി വേണോന്ന്. പോയി എടുത്തിട്ട് വാ. വാ, ഇങ്ങെടുത്ത. പോയി എടുത്തിട്ട് വാ. അങ്കിള് പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ വെച്ച് ഇങ്ങനെ വിമാനം ഉണ്ടാക്കി പറത്തി കളിക്കുമായിരുന്നു. എടുത്തോ. മോളെ, അതെ മോളെ, അച്ഛൻ തിരക്കുന്നു. ചെല. ഞാൻ ജഗനങ്ങളിലൂടെ കളിക്കാ. വന്ദനമ്മേ, ഈ വിമാനം കണ്ടോ? ജഗനങ്ങൾ ഉണ്ടാക്കി തന്നതാ. വന്ദനമ്മ, ഇതൊന്ന് പറത്തി നോക്കിയേ. മോളിത് അച്ഛന് കൊണ്ടുപോയി കൊടുത്തേ. ആ അങ്കിളെ, ഞാൻ ഇത് അച്ഛനെ കാണിച്ചിട്ട് വരാം.
എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? ഭാര്യ വീട്ടിലെ വിരുന്നിൽ പങ്കെടുക്കുക, അതെന്നെ ഉദ്ദേശം. ഞാൻ ഒരു പ്രാവശ്യം ജഗനോട് പറഞ്ഞതാ. പറഞ്ഞത് എന്നെ വീണ്ടും വീണ്ടും പറയിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കേൾക്കാൻ എനിക്കും. അച്ഛനെ വിഷമിപ്പിക്കാതിരിക്കാനാ ഞാൻ നിങ്ങൾക്ക് ഭർത്താവിന്റെ പദവി നൽകി കൂടെ നടക്കുന്നത്. ഞാൻ അംഗീകരിക്കാത്ത കല്യാണത്തിന്റെ വിരുന്നിൽ പങ്കെടുക്കുന്നതേ ഞാൻ കാരണം ഈ വീട്ടിൽ ആരുടെയും സന്തോഷം നശിക്കാൻ പാടില്ല എന്ന് കരുതിയ. അതിനർത്ഥം ഞാൻ നിന്നെ അംഗീകരിച്ചു എന്നല്ല. എന്റെ കഴുത്തിൽ നീ കെട്ടിയ താലി ഇന്നും എന്നെ ശ്വാസം മുട്ടിക്കുന്നുണ്ട്. ഒരിക്കൽ പൊട്ടിച്ചെറിയും ഞാൻ. ഒളിച്ചും ചതിച്ചും നീ കെട്ടിയ താലിക്ക് അത്രേ ആയുസുള്ളൂ. ഒളിച്ചു കെട്ടിയെന്ന് പറഞ്ഞ വന്ദനെ, ചതച്ചു കെട്ടിയെന്ന് പറയരുത്. ചതച്ചു കിട്ടുന്നവൻ ഞാനാണ് താലി കെട്ടിയത് എന്ന് പറയില്ല എന്നുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും നിനക്ക് വേണം. അവിടെ നിനക്ക് തെറ്റി. സാമാന്യ ബോധമില്ലാത്തത് എനിക്കല്ല, നിനക്കാ. ആണൊരുത്തന് കയ്യിലെ കാശുണ്ടെങ്കിൽ മണ്ണും വാങ്ങാം, പൊന്നും വാങ്ങാം. പെണ്ണിന്റെ മനസ്സ് വാങ്ങാൻ പറ്റില്ല. ഇഷ്ടം തോന്നിയ പെണ്ണിനെ സ്വന്തമാക്കാൻ ആണൊരുത്തൻ ചില കുറുക്കുവഴികളൊക്കെ പ്രയോഗിച്ചെന്ന് വരും. അത് അവളോടുള്ള ഇഷ്ടം കൊണ്ടാ, അല്ലാതെ ആണത്തം കൈമോശം വന്നിട്ടൊന്നുമല്ല. വെറുപ്പാണ്, ഒരു തരത്തിലുള്ള അറപ്പ്. ദേ, ഈ താലി കണ്ടില്ലേ? ഇത് വേണമെങ്കിൽ ഈ നിമിഷം പൊട്ടിച്ചെറിയും ഞാൻ. പ്ലീസ്. അമ്മ 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 വരുന്നു. അമ്മ അമ്മ രണ്ടുപേരും വേഗം റെഡിയാവും. എല്ലാവരും ഇപ്പൊ വരും കേട്ടോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.